തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ദ്രാവിഡ പാർട്ടികളുടെ അരനൂറ്റാണ്ട് നീണ്ട ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് സി ജോസഫ് വിജയ് എന്ന ദളപതി പുതിയ ചരിത്രം എഴുതിയിരിക്കുന്നു. തൻ്റെ കന്നി പോരാട്ടത്തിൽ തന്നെ സംസ്ഥാനത്തെ വലിയ ഒറ്റകക്ഷിയായി വിജയുടെ ടി.വിക്ക് മാറി. എന്നാൽ ജനവിധി വന്നിട്ടും തമിഴ്നാട് രാജ്ഭവനിൽ കാര്യങ്ങൾ അത്ര സുഗമമല്ല. എന്തുകൊണ്ടാണ് വിജയുടെ സത്യപ്രതിജ്ഞ വൈകുന്നത്? ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നിലപാട് ഭരണഘടനാ വിരുദ്ധമാണോ? ഗവർണർ അമിതാധികാരം പ്രയോഗിക്കുന്നുവെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടോ? നമുക്ക് പരിശോധിക്കാം. ആദ്യം എന്താണ് ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് നോക്കാം. തമിഴ്നാട് നിയമസഭയിൽ ആകെ 234 സീറ്റുകളാണുള്ളത്. ഭരിക്കാൻ ആവശ്യമായ കേവല ഭൂരിപക്ഷം എന്നത് 118 സീറ്റുകളാണ്. നിലവിൽ 108 സീറ്റുകളിൽ വിജയിച്ച ടി.വിക്കെയാണ് സംസ്ഥാനത്തെ വലിയ ഒറ്റകക്ഷി. എന്നാൽ വിജയ്ക്ക് ഭൂരിപക്ഷത്തിന് 10 സീറ്റുകളുടെ കുറവുണ്ട്. ഇതിനിടയിൽ 5 സീറ്റുകളുള്ള കോൺഗ്രസ് ടി.വിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ പിന്തുണ എന്നത് 113ആയി. ഭൂരിപക്ഷം തികയ്ക്കാൻ സഖ്യകക്ഷികൾക്കായി വിജയ് ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് ഗവർണർ ഇടപെടുന്നത്. 118 MLA-മാരുടെ പിന്തുണാ കത്തുകൾ നേരിട്ട് ഹാജരാക്കാതെ സത്യപ്രതിജ്ഞയ്ക്ക് അനുവദിക്കില്ലെന്നാണ് ഗവർണറുടെ നിലപാട്. ഗവർണർക്ക് ഭരണഘടനാപരമായി ഇതിന് അധികാരമുണ്ടോ? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 164 പ്രകാരം മുഖ്യമന്ത്രിയെ നിയമിക്കാനുള്ള അധികാരം ഗവർണർക്കാണ്. സാധാരണയായി 2 വഴികളാണ് ഗവർണർമാർ സ്വീകരിക്കാറുള്ളത്. ഒന്ന്, ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുക. തുടർന്ന് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ സമയം നൽകുക. അല്ലെങ്കിൽ ഭൂരിപക്ഷമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ക്ഷണിക്കുക എന്നിങ്ങനെയാണത്. ഇവിടെ വിജയിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണും പൂട്ടി വിശ്വസിക്കാനാവില്ല എന്ന നിലപാടിലാണ് രാജ്ഭവൻ. അതായത് രണ്ടാമത്തെ വഴിയാണ് ഗവർണർ സ്വീകരിക്കുന്നത്. ഗവർണറുടെ ഈ വിവേചനാധികാരം ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് രാഷ്ട്രീയ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. മുൻപും ഇത്തരം സാഹചര്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തെ പരമോന്നത നീതിപീഠം, അതായത് സുപ്രീം കോടതിയുടെ സമാന സാഹചര്യങ്ങളിലുള്ള വിധികൾ പരിശോധിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പമാകും. 2018 കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേവല ഭൂരിപക്ഷമില്ലാത്ത BJP-യെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വാജുഭായ് വാല ക്ഷണിക്കുകയും B.S. യെദ്യൂരപ്പയുടെ സത്യപ്രതിജ്ഞ നിശ്ചയിക്കപ്പെടുകയും ചെയ്തതിന് പിന്നാലെ അർദ്ധരാത്രി കോൺഗ്രസ് കോടതിയെ സമീപിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സഖ്യം കോൺഗ്രസും JDS-ഉം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഗവർണർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJP-യെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുകയായിരുന്നു. BJP-യുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ഗവർണർ 15 ദിവസത്തെ സമയം നൽകുകയും ചെയ്തു. ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്ര രാത്രി തന്നെ കേസ് കേട്ടെങ്കിലും സത്യപ്രതിജ്ഞ സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു. കുതിരക്കച്ചവടം നടത്തിയതായും MLA-മാരെ റിസോർട്ടുകളിൽ പൂട്ടിയിട്ടതായും ആരോപണങ്ങൾ ഹർജിക്കാർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുക എന്നതാണ് അന്തിമമായ മാർഗമെന്ന് വ്യക്തമാക്കിയ കോടതി വിശ്വാസ വോട്ടെടുപ്പ് 36 മണിക്കൂറായി നിശ്ചയിച്ചു. ഒടുവിൽ BJP-യുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടു. പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യം സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. ഉത്തരാഖണ്ഡിൽ ഹരീഷ് റാവത്ത് കേസിലും സമാനമായിരുന്നു കോടതിയുടെ ഇടപെടൽ. ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലയോ എന്നത് തീരുമാനിക്കേണ്ടത് രാജ്ഭവനല്ല, മറിച്ച് നിയമസഭയുടെ അകത്തളത്തിലാണെന്ന് കോടതി വ്യക്തമാക്കി. നിലവിൽ തമിഴ്നാട്ടിൽ ഗവർണറുടെ സമീപനം കുതിരക്കച്ചവടമെന്ന രാഷ്ട്രീയ വിപത്തിനാണ് കളമൊരുക്കുന്നത്. വിജയിയെ പിന്തുണയ്ക്കുമെന്ന് കരുതിയ AIADMK-യിലെ ഒരു വിഭാഗം MLA-മാർ ഇപ്പോൾ പുതുച്ചേരിയിലെ റിസോർട്ടിലാണെന്ന വാർത്തകൾ പുറത്തുവരുന്നു. വിജയ് മന്ത്രിസഭ രൂപീകരിക്കുന്നത് അട്ടിമറിക്കാൻ DMK-ADMK സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് നീക്കം സജീവമാകുന്നതായും വാർത്തകളുണ്ട്. ഗവർണറുടെ ഓരോ ദിവസത്തെ താമസവും രാഷ്ട്രീയ അനിശ്ചിതത്വം തമിഴ്നാട്ടിൽ വർദ്ധിപ്പിക്കുകയാണ്. തൻ്റെ കന്നി വിജയത്തിന് ഇത്തരമൊരു വെല്ലുവിളി വിജയ് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് വേണം കരുതാൻ. എങ്കിലും ഭരണഘടനാപരമായ വഴിയിലൂടെ തന്നെ നീങ്ങാനാണ് വിജയിയുടെയും ടി.വിക്കെയുടെയും തീരുമാനം. 118 എന്ന മാന്ത്രിക സഖ്യത വയ്ക്കാൻ സ്വതന്ത്രരുടെയും ചെറിയ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ടി.വിക്ക് ക്യാമ്പ്. ഇതിനിടയിൽ വിജയ്ക്ക് നൽകിയിരുന്ന അധിക സുരക്ഷ സർക്കാർ പിൻവലിച്ചതും വിവാദമായിട്ടുണ്ട്. ജനാധിപത്യത്തിൽ ജനവിധിക്കാണ് പ്രാഥമിക പരിഗണന. 1.7 കോടി ജനങ്ങൾ വിജയിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്തത് തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാക്കിയത് സംസ്ഥാനത്ത് ഒരു മാറ്റം ആഗ്രഹിച്ചാണ്. ഗവർണറുടെ നിലപാട് ജനാധിപത്യത്തെ പരിരക്ഷിക്കാനാണോ അതോ അട്ടിമറിക്കാനാണോ ഉപകരിക്കുക എന്നത് ചോദ്യമാണ്. സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ വിജയിയെ ക്ഷണിക്കാമെന്നിരിക്കെ രേഖകൾ കണ്ട് ബോധ്യപ്പെടണമെന്ന് പറയുന്നത് എത്ര കണ്ട് ജനാധിപത്യത്തിന് ഗുണകരമാണെന്നും ചർച്ച ചെയ്യപ്പെടണം. സമാന്തര സർക്കാർ നീക്കമുണ്ടായാൽ മുഴുവൻ MLA-മാരും രാജിവെക്കുമെന്ന് ടി.വിക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ജനവിധി അനുസരിച്ച് ഒരു സർക്കാർ രൂപീകരിക്കപ്പെടുമോ അതോ രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങുമോ?
എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ വരും മണിക്കൂറുകൾ നിർണായകമാണ്.